അങ്ങനെ നമ്മുടെ വൈജയെ കാണാനായിട്ട് മാമച്ചനും ഗ്രേസാമയും രേവതികുട്ടിയെല്ലാം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ സ്റ്റോറിയാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാരും ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് കണ്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ വൈജയെ കാണാനായിട്ട് മാമച്ചനും ഗ്രേസാമയും രേവതികുട്ടിയും ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. കൂടെ അലീനി ഉണ്ടാകും. അപ്പോഴേക്കും വൈജ ഏറെക്കുറെ ബെറ്റർ ആയി സംസാരിക്കാനും ഒരാളുടെ സഹായത്തോടെ നീട്ടിയിരിക്കാനൊക്കെ പറ്റുന്ന ഒരു അവസ്ഥയിലായിട്ടുണ്ട്. അങ്ങനെ ഇവരെ കണ്ട് വൈജയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരും. വൈജയുടെ ഒരു അവസ്ഥയൊക്കെ കാണുമ്പോ കൈകാലുകളിലും കഴുത്തിലൊക്കെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത് കാണുമ്പോ രേവതിക്കുട്ടിക്ക് അവിടെ ഒരു സഹതാപമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ മാമച്ചൻ ചോദിക്കും, മാഡം ഞങ്ങളെ ഓർമ്മയുണ്ടോ? അപ്പോ വൈജയ്ക്ക് അത് അവിടെ ഒരു പരിഹാസത്തോടെ ചോദിക്കുന്ന പോലെയാണ് തോന്നിയത്. വൈജ അങ്ങനെ മനസ്സിൽ പറയും, ഇവറ്റകൾ എന്റെ വീട്ടിൽ വന്നു പോയിട്ട് അധികം ആയിട്ടില്ലല്ലോ, എന്നിട്ട് ഓർമ്മയുണ്ടോന്ന് പോലും എന്നൊക്കെ വൈജ അങ്ങനെ പിറുപിറുക്കാണ്. എന്നിട്ട് വൈജ പറയും, എന്റെ തലയ്ക്ക് കേട് പറ്റിയിട്ടില്ല, ഓർമ്മശക്തിക്കും ഒരു കുറവുമില്ല എന്നൊക്കെ വൈജയന്തി അവിടെ ദേഷ്യത്തോടു കൂടി പറയാണ്. അയ്യോ വൈജ മാഡം, ഞങ്ങൾ അങ്ങനെ ഒരു രീതി ചോദിച്ചതല്ല. ഹോ, നിങ്ങൾ ചോദിച്ച രീതിയൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എന്റെ ഒരു അവസ്ഥ കണ്ടിട്ട് സന്തോഷിക്കാൻ വേണ്ടി വന്നതാകും, അല്ലാതെ എറണാകുളത്ത് നിന്ന് ഇവിടെ വരെ വരേണ്ട കാര്യമില്ലല്ലോ. ഈ പിഴച്ചവളുമാരെയും കൂട്ടി എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്നൊക്കെ വൈജ ചോദിക്കാണ്. ഇത് കേട്ടതും മാമച്ചൻ അവിടെ ദേഷ്യം വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ കാലൊടിഞ്ഞു കിടക്കുന്നത് കാണാൻ വേണ്ടി എറണാകുളത്ത് നിന്ന് ഇതുവരെ വരാൻ ഞങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? അങ്ങനെ കാണാനാണെങ്കിൽ എറണാകുളത്ത് ഡസൻ കണക്കിന് ഹോസ്പിറ്റലുണ്ട്. ഹോ, പിന്നെ നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ എന്റെ ആരാ എന്നൊക്കെ ദേഷ്യത്തോടെ വൈജി ചോദിക്കുമ്പോ ഗ്രേസാമ്മ പറയും, നിങ്ങൾ ഞങ്ങളുടെ ആരുമല്ല, ഞങ്ങളിപ്പോ നിങ്ങളെ കാണാൻ വന്നത്. ഞങ്ങള് മകളെ പോലെ കാണുന്ന രേവതികുട്ടി ഇവളുടെ ചേച്ചി അവിടെയാണല്ലോ ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങള് വന്നതേ ഉള്ളൂ. അപ്പൊ വൈജി ചോദിക്കും, ചേച്ചിയോ? അതെങ്ങനെ ശരിയാകും? ഏതോ വൃത്തികെട്ട സ്ത്രീ പിഴച്ച് പ്രസവിച്ച് അനാഥാലയത്തിലാക്കിയതാണ് ഇവറ്റകളെ. രണ്ടു തളയ്ക്ക് പിറന്ന ഇവളുമാരെങ്ങനെ ചേച്ചിയും അനുജത്തിയുമാകും എന്നൊക്കെ ഒരു പുച്ഛഭാവത്തോടു കൂടി വൈദ്യ ചോദിക്കും. അന്നേരം മാമച്ചൻ പറയും, അതിന് മാഡം ചേച്ചിയും അനുജത്തിയും ആവണമെങ്കിൽ ഒരച്ഛന്റെയും ഒരമ്മയുടെയും വയറ്റിൽ പിറക്കണമെന്നില്ലല്ലോ, അവർക്കിടയിൽ ഒരു സ്നേഹബന്ധം ഉണ്ടായാൽ മതി. ഇത് കേൾക്കുമ്പോ വൈജയുടെ മുഖത്ത് പുച്ഛം മാത്രമായിരിക്കും. വൈജ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടിയ വേലക്കാരിയെ നിങ്ങൾ ഇഷ്ടം പോലെ തലയിലോ തോളത്തോ എവിടെ വേണമെങ്കിലും കയറ്റി വെച്ചോ, വേണമെങ്കിൽ ഈ അലീനെ കൂടി കൊണ്ടുപോയി തലയിൽ വെച്ചോ. എന്റെ വീട്ടിൽ നിന്ന് ഈ നാശം പിടിച്ചവളൊന്ന് പോയി കിട്ടിയാ മതി. ആണുങ്ങളെ വശീകരിക്കാനായിട്ട് ഓരോരുത്തരന്മാര് വന്നേക്കുവാ. ഇതൊക്കെ കേട്ട് രേവതിക്കുട്ടി അങ്ങ് തുടങ്ങും, ദേ പെണ്ണുമ്പിളെ, എന്റെ ചേച്ചിയെ പറ്റി വല്ല അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, പ്രായമൊന്നും ഞാൻ നോക്കില്ല, അടിച്ചു നിങ്ങളെ കരണക്കുറ്റിയും പൊട്ടിക്കും. ഇത്രയും നേരം ഞാൻ എല്ലാം കേട്ടു നിന്നത് എന്റെ ചേച്ചി ഓർത്ത് മാത്രാണ്. അധികം വഴുകാതെ നിങ്ങൾ എന്റെ ചേച്ചി ആരെന്നറിയും, അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിനുള്ള മറുപടി ഞാൻ തരുന്നുണ്ട്. അന്നേരം അലീന പറയും, മോളെ നീ മിണ്ടാ നിക്ക്, നീ ആരോടാ സംസാരിക്കുന്നതെന്ന് നിനക്കറിയില്ലേ? അറിയാ ചേച്ചി, ഇവര് പറഞ്ഞതൊക്കെ ചേച്ചി കേട്ടതല്ലേ? അപ്പോൾ വൈജ പറയും, ഒരു അനാഥയാണെങ്കിലും നിന്റെ നാക്കുണ്ടല്ലോ, സമ്മതിച്ചെടി. രേവതിക്കുട്ടി, മതി മോളെ, നീ ഇനി ഒന്നും പറയാൻ പോകണ്ട, വാ മോളെ നമുക്ക് പോകാം എന്നെല്ലാം പറഞ്ഞോണ്ട് ഗ്രേസാമ്മ രേവതിക്കുട്ടിയൊക്കെ കൂട്ടി ഇങ്ങനെ പോവാൻ നിൽക്കുമ്പോ അലീന പറയുന്നുണ്ട്, നീ എങ്ങോട്ടാന്ന് വെച്ച പൊയ്ക്കടി, എന്റെ ഒരു അവസ്ഥയും കാരണം നീ ഒരു ഒറ്റ ഒരുത്തിയാണ്, മരിച്ചാലും ഞാനത് മറക്കില്ലടി, എന്റെ കുടുംബം തകർക്കാൻ വേണ്ടി വലിഞ്ഞു കയറി വന്ന ജന്തു എന്നെല്ലാം പറഞ്ഞോണ്ട് വൈജ അവിടെ അലീനെ ശപിക്കുമ്പോ അലീന അവിടെ ചങ്ക് പൊട്ടി കരയുന്നുണ്ട്. അന്നേരം രേവതിക്കുട്ടി നിറ കണ്ണുകളോടെ അലീനയുടെ കൈ പിടിച്ച് അവളെ ആശ്വസിപ്പിക്കാനായിട്ട് നോക്കും. അപ്പൊ മാമച്ചൻ ചോദിക്കുന്നുണ്ട്, വൈജ മാഡം നിങ്ങളൊരു അമ്മയല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു നിങ്ങളുടെ മകളുടെ പ്രായമുള്ള ഇവളെയൊക്കെ ഇങ്ങനെ ശപിക്കാനായിട്ട്? നിങ്ങൾക്ക് കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിച്ചൂടെ? ഹോ, ഇവളോടാണോ ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കേണ്ടത്? ഞാനൊന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തട്ടെ, എനിക്ക് നീ തന്നതിന്റെ ഇരട്ടി ഞാൻ നിനക്ക് കരുതി വച്ചിട്ടുണ്ട്. അതുവരെ നീ എന്റെ മക്കളെയും ഭർത്താവിനെയൊക്കെ അടക്കി ഭരിക്കടി എന്നൊക്കെ ഒരു പകയോടും കൂടി വായിച്ച അലീനെ നോക്കിട്ട് പറയാണ്. വാ മോളെ, ഇനി നമുക്ക് ഇവിടെ നിൽക്കേണ്ട, നമുക്ക് പോകാം എന്നെല്ലാം പറഞ്ഞോണ്ട് അലീനെ ചേർത്ത് പിടിച്ചോണ്ട് ഗ്രേസാവ പുറത്തേക്ക് കൊണ്ടുപോവാണ്. അന്നേരം മുന്നോട്ട് വെച്ച കാല് പിറകിലോട്ട് വെച്ച് രേതിക്കുട്ടി വൈദ്യരുടെ അടുത്ത് പതിയെ പറയുന്നുണ്ട്, എന്റെ അമ്മ ആരെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും നിങ്ങളെക്കാട്ടി ഭേദായിരിക്കും. എന്റെ അമ്മയെ വൃത്തികെട്ട സ്ത്രീ എന്ന് വിളിച്ചത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ല. പിന്നെ അലീന ചേച്ചിയുടെ അമ്മ, അത് നിങ്ങൾ എന്ത് വേണേലും വിളിച്ചോ, വൃത്തികെട്ട സ്ത്രീയെന്നോ വേശിയെന്നോ മൂദേവിന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ, ആ സ്ത്രീയെ നിങ്ങൾ എന്ത് വിളിച്ചാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങളെ പോലെയുള്ള ഒരു സ്ത്രീ ആയിരിക്കും അതും എന്നൊക്കെ ചെറു പുഞ്ചിരിയോട് കൂടി രേവതികുട്ടി വൈജയെ നോക്കിയിട്ട് ഇങ്ങനെ പറയാണ്. അന്നേരം വൈജ അങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോ, പോ പെണ്ണുപിള്ള എന്നും പറഞ്ഞോണ്ട് രേവതികുട്ടി അങ്ങോട്ട് പോവും. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തെത്തിയ ശേഷം മാമച്ചൻ ഗ്രേസാമ്മയോട് പറയുന്നുണ്ട്, അത് എന്ത് ശ്രീയാടി, നമുക്ക് ഇങ്ങോട്ട് വരണ്ടായിരുന്നു. അപ്പൊ ഗ്രേസാമ്മ പറയും, വരാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നല്ലല്ലോ, ആ അലീന കൊച്ചിന്റെ അമ്മയായി പോയില്ലേ എന്നൊക്കെ ഗ്രേസാമ്മ പറയാണ്. അന്നേരം അത് കേട്ടോണ്ട് രേവതികുട്ടി പറയുന്നുണ്ട്, ആന്റി അവരുടെ കയ്യിലിരിപ്പിന് ദൈവം കൊടുത്ത പണിയാണ് ഈ ഒരു പണി, അല്ലെങ്കിൽ പിന്നെ അലീന ചേച്ചിയുമായിട്ട് വഴക്കിട്ട് ഒരാവശ്യമില്ലാതെയല്ലേ അവർ കാറെടുത്ത് പോയിട്ട് ആക്സിഡന്റ് ഉണ്ടാക്കിയത്. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ എന്നായിരുന്നു, ഇപ്പൊ ദൈവം സ്പോട്ടിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഗ്രേസാമ്മ അലീനെ നോക്കിട്ട് പറയാണ്, ഈ പെണ്ണെന്തിനാണ് അവരുടെ വായിലിരിക്കുന്നതൊക്കെ കേട്ട് അവിടെ നിൽക്കുന്നത്? അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവൾക്ക് ഇങ്ങോട്ട് ഇറങ്ങി പോന്നൂടെ? അപ്പോൾ അലീന അവിടെ ആകെ സങ്കടഭാവത്തോടു കൂടി നിൽക്കാണ്.
സാരമില്ല മോളെ പോട്ടെ, അവരറിയുന്നില്ലല്ലോ നീ അവരുടെ മകളാണെന്ന്. എന്തായാലും നീ ഇന്ന് ഞങ്ങളുടെ കൂടെ പോരെ. ഇന്ന് അവിടെ നിന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തന്നെ നിന്നെ തിരിച്ചു കൊണ്ടാക്കി തരാം എന്നൊക്കെ മാമച്ചൻ പറയുമ്പോ അലീന പറയും, അയ്യോ അങ്കിളെ, എനിക്ക് അച്ഛനോടൊന്ന് ചോദിക്കണം. ഹാ, അതൊക്കെ ഞാൻ ചോദിച്ചോളാം ചേച്ചി. ചേച്ചിയുടെ അച്ഛനെ ഫോൺ വിളിച്ചിട്ട് താ എന്നെല്ലാം പറയുമ്പോ അലീനയുടെ ഫോൺ ചെയ്ത് കൊടുക്കാണ്. അങ്ങനെ ബാലേന്ദ്രൻ ഫോൺ എടുക്കും. ആ മോളെ, നിങ്ങള് വൈജിയെ കണ്ടോ? ആ അങ്കിളെ കണ്ടു, ഇത് രേവതിക്കുട്ടിയാ. ആ മോളെ, നിങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടോ? ഇല്ല അങ്കിളെ, ഞങ്ങൾ ഇന്ന് ചേച്ചിയെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ, പ്ലീസ് അങ്കിളെ, എന്നിട്ട് നാളെയോ മറ്റന്നാൾ അവിടെ ആക്കി തരാം, പ്ലീസ് അങ്കിളെ എന്നൊക്കെ പറയുമ്പോ ബാലേന്ദ്രൻ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് ഓക്കെ പറയാണ്. അന്നേരം ഫോണൊക്കെ പൊത്തി പിടിച്ചോണ്ട് രേവതിക്കുട്ടി പറയും, ചേച്ചി അച്ഛൻ സമ്മതിച്ചു. അപ്പോൾ അലീന പറയും, നീ ഫോൺ ഇങ്ങ് തന്നേ. ഹലോ അച്ഛാ, അലീനയാ. ആ മോളെ, നീ നാളെ എന്തായാലും വന്നേക്കണം, ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ നാളെ എന്തായാലും വരാച്ചാ എന്നെല്ലാം പറഞ്ഞോണ്ട് അവരവിടെ സംസാരിച്ച ശേഷം ഫോണ് വെക്കാണ്. അങ്ങനെ അവരവിടുന്ന് നേരെ പോകുന്നത് ചിന്നുമോളുടെ അടുത്തേക്കാണ്, ഓർഫനേജിലേക്ക്. അവിടെ പോയി ചിന്നുമോളെ എല്ലാം കണ്ട് അവളുടെ കൂടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത ശേഷമാണ് അവര് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം ഗ്രേസാമ്മ കുളിച്ചു വരാണ്. അപ്പൊ നല്ല തുമ്മലായിരിക്കും. ജലദോഷത്തിന്റെ ഒരു ലക്ഷണം കണ്ട് രേവതിക്കുട്ടി കുറച്ച് രാസ്നാദിപ്പൊടിയൊക്കെ ഗ്രേസാമ്മയുടെ നെറുകയിൽ തിരുമ്പി കൊടുക്കാണ്. അയ്യോ ആന്റി, ജലദോഷം പിടിച്ചോ? കാറിൽ ഇരുന്ന് കുറെ നേരം എ സി ഇട്ടത് കൊണ്ടായിരിക്കും എന്ന് അലീന പറയുമ്പോ രേവതിക്കുട്ടി പറയും, അയ്യോ അല്ല ചേച്ചി, പ്രായം ഇത്രയൊക്കെ ആന്റിക്ക് ആയെങ്കിലും ഇതുവരെയായിട്ടും തല തോർത്താൻ പോലും അറിയില്ല. ഇതൊക്കെ എന്നാണോ പഠിക്കുന്നേ? അപ്പൊ മാമച്ചനവിടെ രേവതിക്കുട്ടി ഒന്ന് കളിയാക്കിക്കൊണ്ട് പറയും, അതിനല്ലേ നിന്നെ ഇവിടെ ശമ്പളം തന്ന് തീറ്റി പോറ്റുന്നേ. എന്തോ അങ്കിൾ ഒന്നുകൂടെ പറഞ്ഞേ, ഞാൻ ശരിക്കങ്ങോട്ട് കേട്ടില്ല. അപ്പൊ മാമച്ചനും ഗ്രേസാമ്മയുടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഗ്രേസാമ്മ പറയും, മോളെ രേവതിക്കുട്ടി, നീ അലീനയും കുട്ടി കിടക്കാൻ നോക്ക്, മണി 10 ആയില്ലേ. അപ്പൊ രേവതിക്കുട്ടി പറയും, വാ ചേച്ചി നമുക്ക് കിടക്കാം എന്നെല്ലാം പറഞ്ഞോണ്ട് അവര് മുകളിലെ റൂമിലേക്ക് കിടക്കാനായിട്ട് പോവാണ്. അങ്ങനെ റൂമിലെത്തിയ അലീന ബാലേന്ദ്രന്റെ ഫോൺ ചെയ്യും. ബാലേന്ദ്രൻ ഫോൺ എടുത്തെന്ന് മനസ്സിലാക്കിയ രേവതിക്കുട്ടി അലീനയുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ച് സംസാരിക്കാണ്. ഹലോ മിസ്റ്റർ അച്ഛനുണ്ടോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോ ബാലേന്ദ്രൻ പറയും, ഉണ്ടല്ലോ, മിസ്റ്റർ അച്ഛൻ തന്നെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ചിരിച്ചോണ്ട് പറയാണ് ബാലേന്ദ്രൻ. അപ്പൊ രേവതിക്കുട്ടി പറയും, ഇവിടെ അച്ഛന്റെ മകളിരുന്ന് വീർപ്പ് മുട്ടുകയാണ്, വിവരങ്ങളൊന്നും അറിയാഞ്ഞിട്ട്. അച്ഛൻ ആരും കാണാതെ റോഡിലേക്ക് പോയാലോ? വല്ലയിടത്തും ഉരുണ്ട് കാൽമുട്ട് മുറിയോ? വിശന്നപ്പോ പാല് പോലും കുടിച്ചോന്ന് അറിയില്ലല്ലോ. അപ്പൊ ബാലേന്ദ്രൻ അവിടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് രേവതിക്കുട്ടിയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട്. അന്നേരം അലീന ഫോണ് വാങ്ങാണ്. മതി മോളെ, നീ ഇങ്ങോട്ട് തന്നേ, ഇനി മതി നീ സംസാരിച്ചത് എന്നെല്ലാം പറഞ്ഞോണ്ട് അലീന രേവതിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫോണ് വാങ്ങാണ്. ഹലോ അച്ഛാ, ഞാനാണ് അലീന. ആ മോളെ, നീ ഭക്ഷണമൊക്കെ കഴിച്ചോ? ആ കഴിച്ചാച്ചാ. അച്ഛൻ മരുന്ന് കുടിച്ചോ? ഇല്ല, കുടിക്കണം. അച്ഛൻ എന്നാ വേഗം പോയിട്ട് മരുന്ന് കഴിക്കി എന്നൊക്കെ പറഞ്ഞ് അലീന കഴിക്കേണ്ട മരുന്നിന്റെ പേരും കളറും എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ രേവതിക്കുട്ടി കൗതുകത്തോടെ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കാണ്. അതുപോലെ കൃഷ്ണമോളുടെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അങ്ങനെ അവര് ഫോൺ വെക്കാൻ തുടങ്ങുമ്പോ രേവതിക്കുട്ടി കൈകൊണ്ട് കാണിക്കും, വെക്കല്ലേ ചേച്ചി, എനിക്ക് സംസാരിക്കണം. അന്നേരം അലീന പറയുന്നുണ്ട്, അച്ഛൻ ഫോൺ വെക്കല്ലേ, രേവതികുട്ടിക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു എന്നെല്ലാം പറഞ്ഞോണ്ട് അലീന അവിടെ രേവതികുട്ടിക്ക് ഫോൺ കൊടുക്കാണ്. എന്നിട്ട് രേവതികുട്ടി പറയും, അങ്കിൾ എന്തായാലും എന്റെ ചേച്ചിയെ മകളായിട്ട് സ്വീകരിച്ചു, എന്നാ പിന്നെ അങ്കിളെ എന്നെ കൂടി അങ്ങോട്ട് മകളാക്കിക്കോ എന്ന് രേവതികുട്ടി പറയുമ്പോ, ഹാ ആക്കിക്കോളാമേ എന്ന് ബാലേന്ദ്രൻ പറയാണ്. എന്നിട്ട് രേവതികുട്ടി പറയും, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അലീന ചേച്ചിക്ക് എന്ത് കിട്ടിയാലും അതിന്റെ പാതി എനിക്ക് കൂടി അവകാശപ്പെട്ടതാ. സ്നേഹനികേതത്തിൽ നിന്ന് പിരിയുന്നത് വരെ ഞങ്ങൾ അങ്ങനെയായിരുന്നു. ഇപ്പോൾ അലീന ചേച്ചിക്ക് അച്ഛന്റെ മകളാവാമെങ്കിൽ എനിക്കും അച്ഛന്റെ മകളായിക്കൂടെ? അപ്പൊ ബാലേന്ദ്രൻ പറയും, അതിനെന്താ, നീയും എന്റെ മകളാണ്. ഹാ, എന്ന് ഞാനും ഇനി അച്ഛാന്ന് വിളിച്ചോട്ടെ, ഞാനും മകളല്ലേ, വാക്ക് മാറരുത്. ഇല്ലടി മോളെ, നീ വിളിച്ചോ. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, കുറച്ചു കാലം കഴിഞ്ഞ് നിന്റെ അലീന ചേച്ചിയെ വിവാഹം കഴിപ്പിച്ച് വിടുമ്പോ അവളുടെ ഭർത്താവിനെ എനിക്ക് കൂടി അവകാശപ്പെട്ടതാ എന്ന് നീ പറഞ്ഞേക്കരുത്, പ്ലീസ് മോളെ, അതിനെ നീ അവൾക്ക് വിട്ടുകൊടുക്കണേ എന്ന് ബാലേന്ദ്രൻ അവിടെ കളിയാക്കി പറയുമ്പോ, അയ്യേ, എനിക്കൊന്നും വേണ്ട ചേച്ചിയുടെ ഭർത്താവിനെ. അച്ഛൻ എന്നെ കുറിച്ച് അങ്ങനെയാണോ കരുതിയത്? ഞാൻ അത്രക്കാരിയല്ല. അപ്പൊ ബാലേന്ദ്രൻ അവിടെ പൊട്ടിച്ചിരിക്കാണ്. രേവതികുട്ടിയുടെ ആകെ ചമ്മിയ പോലെയാണ് നിൽക്കുന്നത്. എന്നിട്ട് അവരവിടെ കുറെ നേരം സംസാരിച്ച ശേഷം ഫോണ് വെക്കാണ്. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം അതിരാവിലെ തന്നെ അലീന പോവാനായിട്ട് തയ്യാറാവാണ്. അന്നേരം രേവതികുട്ടി ചോദിക്കും, ചേച്ചി ഇതെങ്ങട്ടാ ഇത്ര നേരത്തെ തന്നെ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു പോണു മോളെ, പാലയിലേക്ക് തന്നെ. അവിടെ കൃഷ്ണമോളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരുമില്ലല്ലോ, എനിക്ക് എന്തായാലും വേഗം പോകണം. അപ്പൊ രേവതികുട്ടി പറയുന്നുണ്ട്, എന്തായാലും ചേച്ചി, കൃഷ്ണജ പോകുന്നതിന്റെ മുന്നേ ചേച്ചിക്ക് എത്താൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ചു കഴിഞ്ഞിട്ട് പോയാ പോരെ എന്നൊക്കെ രേവതികുട്ടി ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, ഇല്ല മോളെ, പോട്ടെ, അവിടെ പോയിട്ട് കുറെ പണിയുണ്ട്, ചേച്ചി ഇനി പിന്നൊരു ദിവസം വരണ്ട് എന്നൊക്കെ പറയുമ്പോ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് രേവതികുട്ടി അലീനെ പോവാനായിട്ട് സമ്മതിക്കാണ്. അങ്ങനെ രേവതികുട്ടി പറയും, എന്തായാലും ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം, ഞാനെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്, എന്നിട്ട് ചേച്ചിയെ ബസ് സ്റ്റോപ്പിൽ അങ്കിൾ കൊണ്ടുവിടും എന്നെല്ലാം പറയുമ്പോ അലീന ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച ശേഷം അവിടെ നിന്ന് ഇറങ്ങാണ്. അങ്ങനെ അലീനെ ബസ് സ്റ്റോപ്പിലാക്കി കുറച്ച് ക്യാഷ് ഒക്കെ മാമച്ചൻ കൊടുക്കുന്നുണ്ട്. അയ്യോ അങ്കിളെ, ഇതൊന്നും വേണ്ട, മോളെ നീ ഇത് വെച്ചോ, നിനക്ക് എന്തേലും ആവശ്യം കാണില്ലേ എന്നൊക്കെ പറഞ്ഞ്
അലീനയുടെ കയ്യിൽ നിർബന്ധിച്ച് മാമച്ചൻ കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അലീന ബസ് കയറി പോകുന്നുണ്ട്. എന്നിട്ട് പോകുന്ന വഴിയിൽ ബാലേന്ദ്രനെ വിളിച്ച് കാര്യങ്ങൾ പറയും. അച്ഛാ, ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. 2 മണിക്കൂറിനകം ഞാൻ അവിടെ എത്തും. ഹാ മോളെ, നീ ബസ് ഇറങ്ങുമ്പോ വിളിച്ചാ മതി. അച്ഛൻ അങ്ങോട്ട് കാർ അയക്കാം. ഹേയ്, അതൊന്നും വേണ്ട അച്ഛാ, ഞാൻ എന്തായാലും എത്തിക്കോളാം എന്നൊക്കെ അലീന പറയാണ്. അങ്ങനെ പിന്നീട് ഒരു 2-3 മണിക്കൂറിനകം അലീന കടപ്പാട്ടൂരിൽ എത്തുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രനും മനു ആയിരിക്കും അവിടെ ഉണ്ടാവുക. ബാലേന്ദ്രൻ എന്തോ കോളൊക്കെ വന്ന് സംസാരിക്കാകും. അപ്പൊ മനു അലീനെ കണ്ട് ചോദിക്കും, എവിടെയായിരുന്നു? അത് മനുവേട്ടാ, ഞാൻ രേവതിക്കുട്ടി വിളിച്ചപ്പോൾ അവളുടെ വീട്ടിലായിരുന്നു. ഹോ, എന്നിട്ട് നീ എന്നോടൊരു വാക്ക് പറഞ്ഞോ? ഞാനിപ്പോ നിനക്ക് ആരുമല്ലല്ലോ. നിനക്കിപ്പോ അച്ഛനെ കിട്ടി, എല്ലാവരെയും കിട്ടി. ഞാനിപ്പോ പുറത്തായി. അയ്യോ മനുവേട്ടാ, അങ്ങനെയൊന്നല്ല. ഞാൻ മനുവേട്ടനെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കോള് പോലും പോകുന്നില്ലായിരുന്നു. ഞാൻ കരുതി മനുവേട്ടൻ തിരക്കിലാകുമെന്ന്. പിന്നെ ഇവിടെ വന്നിട്ട് പറയാന്ന് കരുതി. അന്നേരം മനു പറയും, ഒരു വട്ടം കിട്ടിയിട്ടില്ലെന്ന് വെച്ച് വീണ്ടും നിനക്ക് വിളിക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പെണ്ണുങ്ങൾ ഇങ്ങനെയാണ്. ആവശ്യം കഴിഞ്ഞാൽ നമ്മളെ പോലെ സഹായിച്ച ആളുകളെല്ലാം ഒറ്റയടിക്ക് ഒഴിവാക്കും. അയ്യോ മനോട്ടാ, ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നെല്ലാം പറഞ്ഞോണ്ട് അലീനാട് പൊട്ടിക്കരയാണ്. അപ്പൊ മനു ചിരിച്ചോണ്ട് പറയും, ഞാൻ നിന്നൊന്ന് പറ്റിച്ചതല്ലേ. നീ പോയ വിവരൊക്കെ എന്നോട് അങ്കിള് പറഞ്ഞിരുന്നു. പിന്നെ ജോലി തിരക്ക് കാരണം ഞാൻ നിന്നെ വിളിക്കാൻ വിട്ടുപോയതാണ്. നീ കണ്ണു തുടച്ചേ എന്നെല്ലാം പറഞ്ഞോണ്ട് മനു അലീനയുടെ കണ്ണൊക്കെ തുടച്ചു കൊടുക്കുമ്പോ അത് കണ്ടോണ്ട് ബാലേന്ദ്രൻ വരെയാണ്. ബാലേന്ദ്രൻ ഈ കാഴ്ച കണ്ട് ഒന്ന് ചുമക്കുന്നുണ്ട്. അപ്പൊ മനു വേഗം അലീനയുടെ മുഖത്ത് നിന്ന് കൈയെടുക്കും. എന്താടാ മനുവേ ഇവിടെ? മോളെ, നീ എപ്പോ എത്തി? ഞാനിപ്പോ വന്നതേ ഉള്ളൂ അച്ഛാ. നിന്റെ മുഖം എന്താ മോളെ വല്ലാതെ ഇരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല അച്ഛാ എന്നൊക്കെ അലീന പറയാണ്. അന്നേരം മനു പറയും, അങ്കിളെ, ഞാൻ അവളെ ഒന്ന് പറ്റിക്കാൻ നോക്കിയതാണ്. അപ്പോഴേക്കും അവള് കരഞ്ഞു. അപ്പൊ ബാലേന്ദ്രൻ അവിടെ ഒന്ന് പുഞ്ചിരിക്കും. മോള് പോയിട്ട് ഫ്രഷ് ആയി കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ. കുറെ ദൂരെ യാത്ര ചെയ്ത് വന്നതല്ലേ എന്നൊക്കെ പറയുമ്പോ അലീന അവിടെ നിന്ന് അകത്തേക്ക് പോവാണ്. അപ്പൊ ബാലേന്ദ്രൻ പറയും, എടാ മനുവേ, നിന്റെ ചാഞ്ചാട്ടൊക്കെ എനിക്ക് മനസ്സിലായി. നിനക്ക് അവൾക്ക് മേലൊരു കണ്ണുണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ മനു പറയും, ഏയ് അങ്ങനെയൊന്നുമില്ല അങ്കിളെ. നീ കിടന്ന് ഉരുളണ്ട എന്നൊക്കെ ബാലേന്ദ്രൻ പറയാണ്. അന്നേരം മനുവിന്റെ മുഖത്ത് ഒരു നാണൊക്കെ വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ മനുവിന്റെയും അലീനയുടെയും പ്രണയത്തിന്റെ എപ്പിസോഡുകളെല്ലാം ഇനി വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയെല്ലാം നോവൽ വായിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.